പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ചിത്രം കണ്ടല്ലോ. നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്നു. തൊട്ടടുത്ത് ഒരു ചെറിയ കുട്ടി ഇരിപ്പുണ്ട്. ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ഹിജാബ് ഇട്ട ഒരു സ്ത്രീ ഇരിക്കുന്നു. ഓപ്പോസിറ്റ് ആ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു ഒരാളിരിക്കുന്നു. രാഹുൽ ഗാന്ധി, ഒരു കുട്ടി, ഒരു സ്ത്രീ, ഇത്രയും പേർ ഒരു ബോട്ടിൽ, ഡിങ്കി ബോട്ടാണെന്ന് തോന്നുന്നു, അതോ ഫൈബർ ബോട്ടോ സ്പീഡ് ബോട്ടോ മറ്റോ ആണ്, അതിൽ പോകുന്നു. ഈ ചിത്രം നിങ്ങളിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരും ഉണ്ടാവും. പക്ഷേ ഈ ചിത്രം വലിയ വിവാദമായി ചർച്ചയായി മാറുകയാണ്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി ഗിരിരാജ് സിംഗ് ഈ ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്തിട്ട് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നു, രാഹുൽ, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആ കുട്ടി ആരാണ്? ആ കുട്ടിയും ഒരു കണ്ണട വെച്ചിട്ടുണ്ട്, സൺഗ്ലാസ് വെച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്, കണ്ണട വെച്ചിട്ടുണ്ട്. ഹിജാബ് ഇട്ട സ്ത്രീയുണ്ട്. ഇവർ ആരാണ്? ഇവർ എവിടുത്തുകാരിയാണ്? എവിടെ വെച്ചാണ് ഈ ഫോട്ടോ എടുത്തത്? നിങ്ങൾ എവിടെ പോയപ്പോഴാണ് ഇവരുമായി ഒന്നിച്ചുണ്ടായിരുന്നത്? ഈ ചോദ്യം വലിയ പ്രകമ്പനമുണ്ടാക്കിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഞെട്ടി കേട്ടോ. കാരണം കഴിഞ്ഞ ജൂൺ 22 മുതൽ ജൂലൈ 13 വരെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന LOP, ലവർ ഓഫ് പട്ടായ എന്ന് നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കുമാർ ചെല്ലപ്പൻ പറഞ്ഞ LOP, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, എവിടെ പോയി എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതേ ഒരു പോക്കങ്ങ് പോയി. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണല്ലോ, ഒറ്റ പോക്ക്. കഴിഞ്ഞ കാലത്ത് ഏതാണ്ട് 54 യാത്രകൾ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 54 യാത്രകൾക്ക് മിനിമം 60 കോടി രൂപ ചെലവായിട്ടുണ്ട് എന്നാണ് കണക്ക്. രാഹുൽ ഗാന്ധിക്ക് പ്രതിമാസം 3,30,000 രൂപ മാത്രം വരുമാനമുള്ള രാഹുൽ ഗാന്ധി എങ്ങനെ 60 കോടി മുടക്കി 54 രാജ്യങ്ങളിൽ നിൽക്കുന്ന നിപ്പി പോയിട്ട് വരും? 2 ആഴ്ച ഒക്കെ, മിക്കവാറും 2 മാസം കൂടുമ്പോൾ 2 ആഴ്ച ആളുണ്ടാവില്ല. ഈ യാത്ര നടത്താൻ പണം എവിടുന്നാണ്? ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? എവിടെയാണ് താമസിക്കുന്നത് എന്ന ചോദ്യം BJP ഈ സമീപകാലത്ത് ഉയർത്തിയിരുന്നു. പക്ഷേ അതിനേക്കാളും വളരെ ആസൂത്രിതമായ ഒരു അറ്റാക്കാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ നടത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടെ ഈ ചിത്രം പ്രസിദ്ധീകരിച്ച് ആരാണ് ഈ കുട്ടി, ആരാണ് ഈ സ്ത്രീ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരും. ബംഗ്ലാദേശിൽ നിന്നിറങ്ങുന്ന ബ്ലിറ്റ്സ് എന്നൊരു പത്രമുണ്ട്, ടാബ്ലോയിഡാണ്. അതിൻ്റെ പത്രാധിപർ സലാഹുദ്ദീൻ ഷൊഹൈബ് ചൗധരി. അയാൾ രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. കൊളംബിയയിലെ ഒരു ഡ്രഗ് കാർട്ടലിൻ്റെ, മയക്കുമരുന്ന് സംഘത്തിൻ്റെ തലവൻ്റെ മകളായ വൊറോണിക്ക കാർട്ടലി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ രാഹുൽ ഗാന്ധി വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൽ 2 മക്കളുണ്ട്. നയക് വിൻസി, മിനിക് വിൻസി എന്ന് പറയുന്ന 2 മക്കളുണ്ട്. കൗമാരപ്രായക്കാരായ കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് ചിത്രങ്ങൾ സഹിതം ഈ സലാഹുദ്ദീൻ ഷൊഹൈബ് ചൗധരി പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് കോൺഗ്രസ് പാർട്ടി മിണ്ടിയില്ല, രാഹുൽ ഗാന്ധി മിണ്ടിയില്ല, പ്രിയങ്ക മിണ്ടിയില്ല, അളിയൻ റോബർട്ട് വദ്ര മിണ്ടിയില്ല, അമ്മ സോണിയാഗാന്ധിയും മിണ്ടിയില്ല. രാജ്യത്തെ മുഴുവൻ ആളുകളും അറിയുമാറ് സോഷ്യൽ മീഡിയയിലൂടെ ബ്ലിറ്റ്സിലെ ഈ ലേഖനത്തിൻ്റെ പകർപ്പ് പറന്നു നടന്നു. ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ ഇപ്പോൾ ഗിരിരാജ് സിംഗ് ഇത് ചോദിച്ചപ്പോൾ ചാടി എണീറ്റ് വന്നിരിക്കുന്നു സുപ്രിയ ശ്രീനേത്. സുപ്രിയ ശ്രീനേത് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ വക്താക്കളിൽ ഒരാളാണ്. അവർ പറഞ്ഞിരിക്കുന്നു, അത് രാഹുലിൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയും മകനുമാണ്, കൂട്ടുകാരൻ കൂടെയില്ല. അപ്പോൾ വിദേശത്ത് രാഹുൽ ഗാന്ധി ചെല്ലുമ്പോൾ കൂട്ടുകാരൻ ബോട്ടിൽ ഉല്ലസിക്കാൻ പോകാനായിട്ട് ഭാര്യയും മകനെയും വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം പോവാതെ, എനിക്കറിയില്ല. ഇനി അങ്ങനെ കൂട്ടുകാരൻ്റെ ഭാര്യയും മകനുമായിരിക്കട്ടെ, എന്തുകൊണ്ടാണ് സുപ്രിയ ശ്രീനേത്ത് അവരുടെ പേര് പറയുന്നില്ല? അപ്പോൾ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, നമ്മുടെ സാം പിട്രോഡ അധ്യക്ഷനായിട്ടൊക്കെയുള്ള സംഘടന. അതിൻ്റെ സോഷ്യൽ മീഡിയ ഇൻചാർജ് ആയിട്ടുള്ള അവി ദാണ്ഡ്യെ മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത്, അവി ദാണ്ഡ്യെ പറയുന്നത്, അതെ, ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് നൂണ്ട് കയറി നോക്കുന്നതൊക്കെ ഒരുതരം ചൊറിച്ചിലാണ്, പ്രായത്തിൻ്റെ പ്രശ്നമാണ്. ചെറുപ്പക്കാർ, ജെൻസി ആണല്ലോ രാഹുൽ ഗാന്ധി, 57 വയസ്സുള്ള ജെൻസി ആണല്ലോ. ചെറുപ്പക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യും, അതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കുനിഷ്ട് പറയാൻ പാടില്ല. അത് രാഹുലിൻ്റെ കൂട്ടുകാരൻ രവിയുടെ ഭാര്യയും മകനുമാണ്. ഇത്രയും പറഞ്ഞിട്ട് ആരാണ് ഈ സ്ത്രീ, ആരാണ് ഈ കുട്ടി, അവരുടെ പേരെന്താണ്, ആരാണ് ഈ രവി എന്ന് പറയുന്നില്ല. അതിൻ്റെ ആധികാരികതയില്ല. സുപ്രിയ രവിയുടെ പേര് പോലും പറഞ്ഞില്ല. അപ്പോൾ അവീതൻ്റെ ഒരു രവിയുടെ ഭാര്യയും മകനുമാണെന്ന് പറയുന്നു.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് തൊട്ടു മുമ്പ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഒരു ഫാം ഹൗസിൽ ഇതേ കുട്ടി എന്ന് തോന്നിക്കുന്ന വേറൊരു കുട്ടിയൊക്കെ ആയിട്ട് അടുത്ത് ഇടപഴകുന്ന വേറെ വീഡിയോ വന്നിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധി ജൂൺ 22 മുതൽ ജൂലൈ 13 വരെ ഇന്ത്യയിൽ ഇല്ലാതിരുന്ന സമയത്താണ് ഈ ചിത്രങ്ങളും ഈ വീഡിയോയും പുറത്തു വന്നിരിക്കുന്നത്. ഇതാരാണ് എന്നറിയാൻ നമുക്ക് അവകാശമില്ലേ? ഇപ്പോൾ പാർലമെന്റിൽ വലിയ ചോദ്യമാണ്, അമിത്ഷാ എവിടെ, അമിത്ഷാ എവിടെ? അമിത്ഷാ പാർലമെന്റിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ട്, പാർലമെന്റിലേക്ക് വരുന്നില്ല. അമിത്ഷാ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയണം എന്ന് രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക്, പാർലമെന്റേറിയൻസിന് അവകാശമുണ്ട്, എം പിമാർക്ക് അവകാശമുണ്ട്. ഉറപ്പായും ചോദിക്കണം, അമിത്ഷാ എവിടെ, നരേന്ദ്രമോദി എവിടെ എന്ന് ചോദിക്കുക തന്നെ വേണം. അത് ജനപ്രതിനിധികളുടെ അവകാശമാണ്. അതേ ചോദ്യം LOPയോട് ചോദിക്കട്ടെ. എവിടെ പോയിരുന്നു ജൂൺ 22 മുതൽ ജൂലൈ 13 വരെ രാഹുൽ ഗാന്ധി? ആ ചോദ്യത്തിന് എന്താ ശബ്ദമില്ലാത്തത്? ആ ചോദ്യം എന്താ ഉയർത്താത്തത്? മാധ്യമങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധിയെ കാണാനില്ല, രാഹുൽ ഗാന്ധി എവിടെ പോയി, രാഹുൽ ഗാന്ധി ഒരു ബോട്ടിൽ പോകുന്നത് കണ്ടു, രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ഈ സ്ത്രീയും കുട്ടിയും ആരാണ്? പറയട്ടെ, ന്യായമായും അത് വാർത്തയെങ്കിലും ആക്കട്ടെ. ഇന്ത്യയിലെ ദേശീയ ദിനപത്രങ്ങൾ ഇന്ത്യ ടുഡേ പോലെ മോദി വിരുദ്ധത കൊണ്ടു നടക്കുന്ന ഒരു മാധ്യമം ഉൾപ്പെടെ അത് വാർത്തയായി പ്രസിദ്ധീകരിച്ചിട്ട് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാത്തത് എന്നുള്ള പതിവ് ചോദ്യം എനിക്ക് വീണ്ടും ചോദിക്കേണ്ടി വന്നിരിക്കുന്നു. എൻ്റെ ഗതികേട്, നമ്മുടെ ഗതികേട്, അല്ലാതെ എന്താ? കേരളത്തിലെ മാധ്യമങ്ങൾ ഒരൊറ്റ കാര്യം മാത്രമേ പറയുള്ളൂ. ഇനി ഇതുപോലെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ ഇനി സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെയോ ഒരു ബോട്ടിൽ ഇങ്ങനെ തൊട്ടടുത്തൊരു കുട്ടിയും ഒരു സ്ത്രീയുമായിട്ടിരുന്ന് പോവുകയാണെങ്കിൽ ഒന്നാം പുറത്ത് വാർത്ത കൊടുത്തിട്ട് മോദിയുടെ കൂടെ അല്ലെങ്കിൽ അമിത്ഷായുടെ കൂടെ ദുരൂഹ സാഹചര്യത്തിൽ ഒരു കുട്ടിയും കുട്ടിയുടെ തള്ളയും എന്നും പറഞ്ഞ് വാർത്ത കൊടുക്കില്ലേ? അപ്പോൾ സത്യത്തിൽ ഗിരിരാജ് സിംഗ് ഇത് ചോദിക്കുന്നതോടുകൂടി, ഒരു കേന്ദ്രമന്ത്രി ചോദിക്കുന്നതോടുകൂടി ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ചോദ്യമായി മാറുന്നു. പക്ഷേ ഞാൻ പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയോട് അങ്ങേയറ്റം കരുണയുള്ള ആളുകളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവരെവിടൊക്കെ പോകുന്നു എന്നുള്ളത് കൃത്യമായും കേന്ദ്ര സർക്കാരിന്, ആഭ്യന്തര മന്ത്രാലയത്തിന് അറിയാം. രാഹുൽ ഗാന്ധി എവിടെ പോകുന്നു, എവിടെ താമസിക്കുന്നു, ആരെയൊക്കെ കാണുന്നു എന്നുള്ളത് കൃത്യമായി കേന്ദ്ര സർക്കാർ അറിയുന്നുണ്ട്. ഇവിടെ വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ഇന്ത്യയുടെ ശത്രുക്കളെ ഒരൊറ്റയാൾ അറിയാതെ തട്ടിക്കളയാൻ കഴിയുന്ന സംവിധാനം രാജ്യത്തുള്ളപ്പോഴാണ് ഒരാൾ എവിടെ പോകുന്നു, ആരെ കാണുന്നു, ആരുടെ കൂടെ ഉണ്ണുന്നു, ഉറങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ ബുദ്ധിമുട്ട്. ഉറപ്പായിട്ടും അറിയാൻ പറ്റും. മാത്രമല്ല രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവല്ലേ. അപ്പോൾ ഇന്ത്യൻ എംബസിയൊക്കെ അറിയും. ഇവിടുന്ന് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് വാങ്ങി വിമാനത്തിൽ കയറുന്ന ആ സെക്കൻഡിൽ ആ എത്തിച്ചേരുന്ന രാജ്യത്തെ എംബസിക്ക് വിവരം കിട്ടും, ആ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വിവരം കിട്ടും. അതിന് ചില പ്രോട്ടോകോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേന്ദ്രത്തിന് അറിയാം. അപ്പോൾ ഗിരിരാജ് സിംഗ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. ആ ബോട്ടിലിരുന്നത് ആരാണ്, ആ ബോട്ടിലിരിക്കുന്ന കുട്ടി ആരാണ്? ഇപ്പോൾ ചിലയിടത്തൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ കുട്ടിയുടെ പേര് ആര്യമൻ എന്നാണ്, ആ സ്ത്രീയുടെ പേര് ഷബ്നം എന്നാണ് എന്നൊക്കെ പറഞ്ഞ് ചില പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവ് സുപ്രിയ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ രവി എന്ന പേരും പറഞ്ഞില്ല. രവി എന്ന പേരും ഷബ്നം എന്ന പേരും തമ്മിൽ ചേരത്തില്ല, മോരും മുതിരയും പോലിരിക്കും. അപ്പോൾ ഏതായാലും ആ മതേതരത്വത്തിൻ്റെ ഭാഗമായി അങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പോൾ ഏതായാലും ഇതൊരു സംസാര വിഷയമായിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഓർക്കുന്ന പെട്ടെന്ന് 2025 കഴിഞ്ഞ വർഷം CRPF പരാതി കൊടുത്തു. ഈ 15 ദിവസം മുമ്പ് CRPFൻ്റെ സുരക്ഷയിലുള്ള VIP-കൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ 15 ദിവസം മുമ്പ് അറിയിക്കണമെന്നാണ്. യെല്ലോ ബുക്ക് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി ഒന്നും പറയത്തില്ല. ഒരു ദിവസം രാവിലെ CRPFൻ്റെ ആ ഭടന്മാർ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി കാണത്തില്ല, നിന്ന് ഇപ്പോൾ ഒരൊറ്റ പോക്കാണ്. അത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷ പോകുന്ന രാജ്യങ്ങളിൽ മതിയായ സംരക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് CRPF കേന്ദ്ര സർക്കാരിനും സോണിയാഗാന്ധിക്കും ഖാർഗയ്ക്കും കത്ത് കൊടുത്തിരുന്നു. അങ്ങനെ കത്ത് കൊടുത്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വന്നത് വേറൊരു കാര്യം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രകളിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. ഇന്ത്യ വിരുദ്ധരായ ആളുകളെ കാണാൻ പോകുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. ഇനി അതല്ല, സലാഹുദ്ദീൻ ഷൊഹൈബ് ചൗധരി പറഞ്ഞതുപോലെ വെറോണിക്ക കാർട്ടലി എവിടെ
2 മക്കളുമായി എവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ സാങ്കല്പിക കഥാപാത്രമാവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് 57 വയസ്സായി. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമൊക്കെ വേണം. അങ്ങനെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ എന്താ തെറ്റ്? എന്താ തെറ്റെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടുത്തെ രാഹുൽ വിരുദ്ധരൊക്കെ രാഹുൽ ഗാന്ധിക്ക് രഹസ്യ ഭാര്യയും മക്കളും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ എന്താ? ഒന്നുമില്ല. അത് തുറന്നു പറഞ്ഞാൽ മതി. നമുക്ക് നമ്മുടെ ആദരണീയനായ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാര്യയും മക്കളെയും നമുക്ക് ഭാരതീയരായ നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കും, അംഗീകരിക്കും. അതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ചൗധരിക്ക് കിട്ടാത്ത മറുപടി ഇപ്പോൾ ഗിരിരാജ് സിംഗിന് കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാരൻ്റെ ഭാര്യയും കുട്ടിയുമാണെന്ന് പറയുന്നു. ഏതായാലും രാഹുൽ ഗാന്ധി സുഖമായിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾ ശക്തമായി നടക്കട്ടെ. ഓരോ യാത്രയും മനുഷ്യനെ പുതിയ തരത്തിൽ ചാർജ് ചെയ്യുമെന്നാണ് പറയുന്നത്. അദ്ദേഹം റീചാർജ് ചെയ്ത് തിരിച്ചു വരട്ടെ, ഊർജ്ജസ്വലനായിട്ട് വരട്ടെ. രാജ്യത്തെ നയിക്കാൻ അദ്ദേഹം എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രിയായി നമുക്ക് വേണമല്ലോ അദ്ദേഹത്തെ. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തമാശയായിട്ട് ചിലർ പറഞ്ഞ് കേൾക്കാറുണ്ട്, അമിത്ഷായുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുറിയിൽ വളരെ വിശിഷ്ടമായ ഒരു സ്ഥലത്ത് ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ പടമാണ്. കാരണം കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക്, വളർച്ചയിലേക്ക് BJPയെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സജീവ സാന്നിധ്യമാണ്, ഇടപെടലുകളാണ്, വർത്തമാനങ്ങളാണ് എന്നൊക്കെ ഒരു സ്വകാര്യം പറച്ചിലുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രകൾ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഈ ചിത്രവും ഈ വാർത്തയും വരത്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ലൈവ് ഇക്കാര്യം നിങ്ങളോട് പറയുന്നത്. ഇനിയും ഇത്തരം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നമ്മുടെ പ്രതിപക്ഷ നേതാവിന് കൂടുതൽ സന്തോഷകരമായ യാത്രകൾ ആശംസിച്ചുകൊണ്ട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.